തിരുമേനി അന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് പറഞ്ഞത്. ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അന്ന് പോലീസ് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത കേസല്ലേ, പിന്നെ എന്താ? അത് പിന്നെ അവസാനമായി ആദ്യ പള്ളിമേളയുടെ മുറ്റത്ത് വെച്ചും സെമിത്തേരിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചും കണ്ടതായി ആ ഗുണ്ടാബാസ് പോലീസിനോട് പറഞ്ഞു. വിവരദോഷിയായ മെമ്പർ ഫേസ്ബുക്ക് കുറിച്ചതാണ് ആകെ പ്രശ്നം ഉണ്ടായത്. എന്റെ കുട്ടി നിരപരാധിയാണെന്ന് അന്ന് പോലീസ് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് എന്റെ കുട്ടിയെ വേട്ടയാടുന്നത്? ആരും അന്വേഷിച്ചൊന്നും വന്നില്ല. കേസ് റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊരു റൂമർ കേട്ടതേ ഉള്ളൂ. ആരായിനി ഇതിന്റെ പുറകിൽ അന്വേഷിച്ചു പോകാൻ? ആനയുടെ അപ്പനാണെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. എന്തായാലും അവരുടെ വീട്ടിൽ നിന്ന് ആരും ഇനി അന്വേഷിച്ച് പോകുമെന്ന് പേടിക്കണ്ട. എന്റെ സ്വഭാവം എന്താണെന്ന് പെണ്ണിന്റെ വീട്ടുകാർക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളതാ. വീണ്ടും അതിന്റെ പുറകെ പോയാൽ മറ്റുള്ളവരെ കൂടി തളർത്താൻ എനിക്ക് അധിക സമയം വേണ്ട ക്ലീറ്റസേ. തിരുമേനി ഞാൻ ഒന്നും ശ്രമിക്കണ്ട. തിരുമേനി അങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ ഒരു കേസ് ഉണ്ടാവുകയേ ഇല്ല. പക്ഷേ വൈശാഖ് സാറ് എല്ലാം വിട്ട് മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നത് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. അധികം വൈകാതെ അവന്റെ അച്ഛനും അമ്മയും ഇവിടെ എത്തും. ഈ പ്രശ്നം അവരറിഞ്ഞാല് എല്ലാത്തിന്റെ തല അരിഞ്ഞ് വീഴ്ത്തും. ഈ ഒരു രക്തച്ചൊച്ചിൽ കാണാൻ കഴിയില്ലല്ലേ? പക്ഷേ ഇപ്പോഴും നിഗൂഢമായൊരു സത്യമുണ്ട്. ആനിക്ക് എന്ത് സംഭവിച്ചു? അവൾ എവിടെ? പോലീസ് 1.5 വർഷം അന്വേഷിച്ചിട്ടും ഒരു തെളിവും കിട്ടിയില്ല. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ മതിയാവൂ. ഒരു പള്ളിയിൽ നിന്ന് 3 വർഷം കൊണ്ട് 3 പെൺകുട്ടികളാണ് മിസ്സാകുന്നത്. വലിയ ജ്ഞാനിയല്ലേ പള്ളിയിലിരിക്കുന്ന വികാരി ഫാദർ ആൻഡ്രൂസ് സൈമൺ പെരേര. അദ്ദേഹം വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലേ? തിരുമേനി, ഇവന്മാർ വിചാരിച്ചാൽ വല്ലതും നടക്കും. വല്ല സിസ്റ്റർമാരുണ്ടെങ്കിൽ അവരുടെ പുറകെ നടക്കും. പിന്നെ പള്ളിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കും, തമ്മി തല്ലിക്കും. ഇവരെ ജനങ്ങളെ തമ്മി തല്ലിക്കും. ഇവന്മാരൊക്കെ അച്ഛന്മാരാ, ഓച്ചന്മാരാ. അതിനോടൊപ്പം ഞാനും ഉണ്ടാകും. എന്റെ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. ഒക്കട്ടെ ക്ലീറ്റസേ, ഞാൻ വന്ന കാര്യം അവനെ അറിയിക്കേണ്ട. തിരുമേനി, എന്താ? 7-ാം നമ്പർ സെമിത്തേരി ക്ലീറ്റസേ, 7-ാം നമ്പർ സെമിത്തേരിയിലേക്ക് കൊണ്ട